കെ ബാബു നിർവ്യാജം തന്റെ ക്രൈസ്തവ വിരുദ്ധ പ്രസ്താവനയോർത്ത് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന പ്രസ്താവനയെ സ്വാഗതം ചെയ്ത് വിവിധ ക്രൈസ്തവ സംഘടനകൾ. പക്ഷേ ആ പ്രസ്താവനയുടെ രണ്ടാം ഭാഗത്തെ അതേപടി സ്വീകരിക്കാൻ മാത്രം വിഡ്ഢികളല്ല അനുഭവങ്ങളിലൂടെ മാറ്റം വന്ന ഇന്നത്തെ ക്രൈസ്തവർ. അടുപ്പമുള്ള പലരും ബാബുചേട്ടൻ എന്ന് വിളിക്കുന്ന കെ ബാബു കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതിനെ വ്യാജ കള്ള് നിർമ്മാണത്തോട് സാമ്യപ്പെടുത്തിയത് പെട്ടെന്ന് നാവിൽ നിന്ന് വന്ന ഒരു പിഴവല്ല, അത് ആലോചിച്ച് എഴുതി തയ്യാറാക്കിയ പ്രസംഗം തന്നെയായിരുന്നു. അത് ചിലരെ ഇകഴ്ത്തി കാണിച്ച് ചിലരെ സുഖിപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചുള്ളത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം അതിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന പഴയ നമ്പർ ഇനി ക്രൈസ്തവരുടെ അടുത്ത് നടക്കില്ല. എങ്കിലും കെ ബാബു നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ച നിലയിൽ ഈ വിഷയം തൽക്കാലം അവസാനിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നാദിർഷ കാണിക്കാതെ പോയ വിവേകം ബാബുചേട്ടൻ കാണിച്ചതിനെ ഓർത്ത് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം രണ്ടുപേരും പ്രയോഗിച്ച കാർഡ് ഒന്നു തന്നെയാണ്. പക്ഷേ അപകടം തിരിച്ചറിഞ്ഞ് പിന്മാറാൻ കെ ബാബുവിന് കഴിഞ്ഞു. ക്രൈസ്തവർക്ക് ഒന്നു മാത്രമാണ് കെ ബാബുവിനെ ഓർമ്മിപ്പിക്കാനുള്ളത്. വീണ്ടും ഒരു ഖേദ പ്രകടനത്തിന് അവസരമുണ്ടാക്കരുത്. വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിലെ ക്രൈസ്തവർ പഴയതുപോലെയല്ല.